ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ആരാധകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നെയ്മറുടെ പരിക്കിനെ കുറിച്ചാണ്. നമുക്കറിയാം, നെയ്മർ സാന്റോസിനായി അവസാനമായി കളിച്ച മത്സരത്തിൽ നെയ്മർക്ക് പരിക്കേറ്റു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു. ഇന്ന് സാന്റോസിന്റെ മത്സരം വീക്ഷിക്കാൻ വേണ്ടി നെയ്മർ എത്തിയിരുന്നു. ആ സമയത്ത് മാധ്യമ പ്രവർത്തകർ നെയ്മറോട് പരിക്കിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അതായത് ആദ്യം ചോദിച്ചത് താങ്കളുടെ കാഫിന് എങ്ങനെയുണ്ട് എന്നായിരുന്നു ചോദ്യം. നെയ്മറുടെ കാഫിനാണ് പരിക്കേറ്റിട്ടുള്ളത്. അത് അവിടെയുണ്ട്, പ്രശ്നങ്ങൾ ഒന്നുമില്ല, കേടുപാടൊന്നും കൂടാതെ അത് അവിടെയുണ്ട് എന്നാണ് നെയ്മർ മറുപടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാധ്യമ പ്രവർത്തകന്റെ അടുത്ത ചോദ്യം, അത് വേൾഡ് കപ്പിൽ ഒരു പ്രശ്നമാകുമോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ നെയ്മറുടെ മറുപടി, എന്ത് പ്രശ്നം എന്നാണ് നെയ്മർ മാധ്യമ പ്രവർത്തകനോട് ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത്. അതായത് വേൾഡ് കപ്പിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, കാഫിന്റെ പരിക്ക് അത്ര സീരിയസ് അല്ല എന്നാണ് നെയ്മറുടെ ഈ ഒരു പ്രതികരണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. വേൾഡ് കപ്പിൽ അതൊരു പ്രശ്നമാവില്ല എന്നുള്ളത് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സാന്റോസിന്റെ മത്സരം വീക്ഷിക്കാൻ വേണ്ടിയാണ് നെയ്മർ എത്തിയിരുന്നത്. ഇനിയിപ്പോ നെയ്മർ ഗ്രാൻജ കോമറയിലേക്ക് അഥവാ ബ്രസീലിന്റെ ക്യാമ്പിലേക്ക് പോവുകയാണ്. അവിടെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കും. എന്നിട്ടാണ് നെയ്മറുടെ കാര്യത്തിൽ കാർലോ ആഞ്ചലോട്ടി തീരുമാനം എടുക്കുക. വേൾഡ് കപ്പ് ആവുമ്പോഴേക്കും നെയ്മർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അറിയേണ്ടത് സൗഹൃദ മത്സരങ്ങൾ നെയ്മർ കളിക്കുമോ എന്നുള്ളതാണ്. പനാമ, ഈജിപ്ത് എന്നിവർക്കെതിരെ ബ്രസീൽ സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ആ മത്സരങ്ങളിൽ നെയ്മർ പങ്കെടുക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. അത് ഈ സ്കാനിങ്ങിന് ശേഷം അഥവാ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ബ്രസീലിയൻ ദേശീയ ടീം തീരുമാനിക്കുക. വേൾഡ് കപ്പിന് തന്റെ ഇഞ്ചുറി ഒരു പ്രശ്നമാവില്ല എന്നാണ് നെയ്മറുടെ ഏറ്റവും പുതിയ പ്രതികരണം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.